4 മാസം വരെ ദയവ് ചെയ്ത് പിള്ളേരെ സ്ക്രീൻ കാണിക്കുകയേ ചെയ്യരുത്. ആ കൊച്ചു ബ്രെയിൻ വളർന്നു വരിക, ന്യൂറോൺസ് ഒക്കെ മൈലിനേറ്റഡ് ആയി വരുന്നതേ ഉള്ളൂ. അതിനെ ഉപദ്രവിക്കരുതേ. ആ കുട്ടി ഉറങ്ങുമായിരിക്കും, പഴയ കിലുക്കല്ലായിരിക്കും ഇതിലും എഫിഷ്യൻറ്റ്. കിലുക്ക് ഇത്ര എഫിഷ്യൻ്റ് അല്ല, പക്ഷേ ദയവ് ചെയ്ത് അത് ഫോൺ കൊടുത്ത് കളിപ്പിക്കാതിരിക്കുക. 4 മാസം തൊട്ട് ഒരു 2 വയസ്സ് വരെ അരമണിക്കൂറാണ് മാക്സിമം സ്ക്രീൻ ടൈം. മാക്സിമം അരമണിക്കൂർ, 1 ഇയർ അരമണിക്കൂറാണ്, 1 to 2 years. 2 വയസ്സ് തൊട്ട് ഏകദേശം ഒരു 12 വയസ്സ് വരെ അരമണിക്കൂർ, 1 മണിക്കൂർ തൊട്ട് 1.5 മണിക്കൂർ ആവാം. സിനിമ കംപ്ലീറ്റ് കാണാനുള്ള ടൈം ഇല്ല. സിനിമ അല്ല, there are exceptions, പക്ഷേ ഓൺ എ റെഗുലർ ബേസിസ് പാടില്ല. പിന്നെ 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പോൾ ചില ക്ലാസ്സസ് വരെ, ഇപ്പോൾ ദൂരെയുള്ള പിള്ളേർ പറയും ഇതൊന്നും പറഞ്ഞാൽ ക്ലാസ് പറ്റത്തില്ല. 2 മണിക്കൂറാണ് മാക്സിമം വാക്കുകൾ സ്ക്രീൻ ടൈം തന്നെയാണ് വയ്ക്കുന്നത്. അതായത് സ്ക്രീൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മൊബൈലായി, കമ്പ്യൂട്ടറായി, ലാപ്ടോപ്പായി, ഗെയിമായി, എല്ലാം സ്ക്രീനാണ്. ഈ സ്ക്രീൻ ടൈം മാക്സിമം 2 മണിക്കൂർ. അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ബ്രെയിൻ ഡിഫറെൻ്റ് ആയിട്ട് വയേർഡ് ആവുമ്പോൾ ഇവന് ഇൻട്രാക്ട് ചെയ്യുന്നത് തന്നെ വേറെ ആവുക. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുമ്പം മോനെ അല്ലെ മോളെ എന്ന് വിളിച്ചാൽ ഇവർ ഓടി വന്ന് ഹലോ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംസാരിച്ചിട്ടേ പോകത്തുള്ളൂ. ഇപ്പോൾ വരത്തില്ല. കാരണം ഇവൻ്റെ ലോകം തന്നെ വേറെയായി. ക്ലാസ്സിൽ അവന് ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, കാരണം കോൺസെൻട്രേഷൻ പോവുക. പിന്നെ ഈ സാധനം കിട്ടിയില്ലെങ്കിൽ ഡിപ്രഷൻ ആവുക. പിന്നെ ഇത് കിട്ടിക്കഴിഞ്ഞാൽ കളിക്കാൻ ഇവൻ വെളിയിൽ പോകുന്നില്ലല്ലോ. പണ്ട് പന്ത് കളിക്കാൻ പോകുന്ന കൊച്ചു ഇപ്പം ഫിസിക്കൽ ആക്ടിവിറ്റി കുറയും. അപ്പം ഞാൻ ചിലപ്പോൾ പറയും, എന്താ ഈ മോൻ ഇത്രയും വണ്ണം വെച്ചിരിക്കുന്നത്, മോൾ ഇത്രയും വണ്ണം വെക്കുന്നില്ല, ഇനി കളിക്കാൻ വിടുന്നില്ല. പിന്നെ ഭയങ്കരമായിട്ട് കളിക്കും. ഏത് ഗെയിം? ഫുട്ബോൾ. നീ എത്ര മണിക്കൂർ കളിക്കും? അത് എത്ര നേരം വേണമെങ്കിലും ഞാൻ കൈവച്ച് ഞെക്കി കളിക്കും. അപ്പോൾ അത്രയ്ക്ക് ഇത് ഇസ് ഗെയിനിങ് ഇമ്പോർട്ടൻസ്. ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നതിന് ആരോഗ്യം കുറയുന്നു. ഇത് നോക്കിയിരിക്കുമ്പോൾ പഠിത്തം പിന്നോട്ട് പോകുമ്പോൾ ആ വ്യക്തി പുറകോട്ട് പോകുന്നു. സോ ഇതൊരു പേഴ്സണാലിറ്റി അറിഞ്ഞൂടാ, മനുഷ്യരുമായിട്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്ന് അറിഞ്ഞൂടാ. പിന്നെ അൺറെസ്ട്രിക്റ്റഡ് സ്ക്രീൻ ടൈമിലോട്ട് പോയാൽ, അതായത് ഒരു കുട്ടി ഒരു മുറിക്കകത്തോട്ട് കയറി കാണുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെങ്കിൽ യു ആർ ഇൻ ഡേഞ്ചർ. കാരണം ആ കുട്ടി എന്ന് പറയുമ്പോൾ ഒരു വളരെ ഇമ്മച്വർ ആൻഡ് വളരെ ഇംപ്രഷനബിൾ ഏജിലോട്ട് പോവുക. കാണുന്ന സാധനം സത്യം തോന്നും, ഇൻട്രസ്റ്റിംഗ് ആണ്, കണ്ടുകൊണ്ടിരിക്കുന്ന ആ കുട്ടിയുടെ വ്യക്തിയുടെ പേഴ്സണാലിറ്റി തന്നെ ടോട്ടലി മാറും. അപ്പോൾ പഠിക്കാൻ ഉപയോഗിക്കാൻ നല്ലതായിരുന്നു, പക്ഷേ അത് നമ്മളെ ഓവർ പവർ ചെയ്ത് നമ്മുടെ ലോകമായും